CSI ഈസ്റ്റ് കേരള മഹാ ഇടവക കൺവെൻഷന് ഫെബ്രുവരി 4-ന് തുടക്കമാകും. ചാലമറ്റം MD CMS ഹൈസ്കൂൾ മൈതാനിയിലാണ് ഈ വർഷത്തെ കൺവെൻഷൻ നടക്കുന്നത്. 11-നാണ് കൺവെൻഷൻ സമാപിക്കുന്നത്. CSI ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ 41ാമത് കൺവെൻഷൻ ഫെബ്രുവരി 4 മുതൽ 11 വരെ ബേക്കർഡേൽ ചാലമറ്റം MDMS ഹൈസ്കൂൾ മൈതാനത്ത് നടക്കും. ഫെബ്രുവരി 4-ന് വൈകിട്ട് 6-ന് ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്യും. ബിഷപ്പ് ഡോക്ടർ KG ദാനിയേൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. മാർത്തോമാ സഭാ വികാരി ജനറലും കൊട്ടാരക്കര പുനലൂർ മഹാ ഇടവക സെക്രട്ടറിയുമായ റവറൻ KY ജേക്കബ്, റവറൻ വില്യം എബ്രഹാം, റവറൻ ഡോക്ടർ മോത്തി വർക്കി, റവറൻ ഡോക്ടർ വിനോദ് സൈറസ് തുടങ്ങിയവർ സംസാരിക്കും. 4-ാം തീയതി നാളെ വൈകുന്നേരം 6 മണി മുതൽ കൺവെൻഷൻ ആരംഭിക്കും. 11-ാം തീയതി വരെയുള്ള തീയതികളിലാണ് ഓരോ ദിവസവും 3 യോഗങ്ങൾ വെച്ചിട്ടുണ്ടാവും. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ വാർഷിക ആത്മീയ സംഗമമാണ് നടക്കുന്നത്. ഏകദേശം ഓരോ മീറ്റിങ്ങിലും 1000 പേര് വെച്ച് പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. ആ തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. ആത്മാവിൽ ആരാധന ദൈവപ്രസാദം എന്നതാണ് ഈ വർഷത്തെ കൺവെൻഷന്റെ ചിന്താവിഷയം. ദിവസവും രാവിലെ 10-നും ഉച്ചയ്ക്ക് 2-നും വൈകിട്ട് 6-നും യോഗങ്ങളുണ്ടാകും. 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ രാവിലെ 8-ന് ബേക്കർഡേൽ സെന്റ് ആൻഡ്രൂസ് CSI ദേവാലയത്തിൽ ബൈബിൾ ക്ലാസുകളും നടക്കും. ഓരോ ദിവസത്തെയും ആരാധനകൾക്ക് വിവിധ വൈദിക ജില്ലകൾ നേതൃത്വം നൽകും. കൺവെൻഷൻ കൊയറാണ് ഗാനമേളയ്ക്ക് നേതൃത്വം നൽകുന്നത്. 11-ന് രാവിലെ 10-ന് കൺവെൻഷൻ പന്തലിൽ വിശുദ്ധ സർഗ ശുശ്രൂഷ ഉണ്ടാകുമെന്ന് മഹാ ഇടവക അൽമായ സെക്രട്ടറി വർഗീസ് ജോർജ്, വൈദിക സെക്രട്ടറി റവറൻ TJ ബിജോയ്, ട്രഷറർ റവറൻ PC മാത്തുക്കുട്ടി, രജിസ്ട്രാർ ജനറൽ കൺവീനർമാരായ റവറൻ ജോണി ജോസഫ്, മാക്സിൻ ജോൺ, PJ ജോർജ് കുട്ടി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.